അപ്പോ സൂര്യ കുറെ നാളുകളായിട്ട് ഒരു മാസത്തിന് മേലെ ആയിട്ട് ആശാവർക്കർമാര് സമരം നടത്തുകയാണ്. അപ്പോ ഇപ്പോ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാല് സമരം നടത്തിയവർക്കൊന്നും ഒരു ഗുണവും ഉണ്ടായില്ല. എന്നാൽ സമരം നടത്താതെ നിന്നവർക്കൊക്കെ ഗുണം ലഭിച്ചു. ഗുണം ലഭിച്ചു എന്നുള്ള രീതിക്കാണ്. അപ്പോ ഈ ഒരു വിഷയത്തില് എന്താ തോന്നുന്നത് സൂര്യക്ക്? ഈ ആശാവർക്കർമാരുടെ സമരം ഒരു ഒരു വിധത്തിലും ഗുണം ചെയ്തില്ല എന്നാണോ? അതോ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വിധത്തിലുള്ള സ്വാധീനങ്ങളുടെ ബലങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണോ? തീർച്ചയായിട്ടും അത് തന്നെ ആവണം നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഈ ഒരു സമരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം ഏറെയായിട്ട്. ഇപ്പോ അവര് ആ ഒരു സമരത്തില് യാതൊരു വിധത്തിലുള്ള ഒരു ഗുണവും അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അതൊരു നിരാഹാര സമരത്തിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ഒരു നിരാഹാര സമരം അവർ പോകണമെങ്കിൽ ഇത്രയും നാളുമായിട്ടും കണ്ണടച്ചിരിക്കുന്ന ആ ഒരു ജനപ്രതിനിധികൾക്കിടയിലേക്ക് ആ നിരാഹാര സമരം എന്നൊരു ചോയ്സ് മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ. ബേസിക് ആയിട്ടുള്ള അവരുടെ സാലറി കുറച്ച് ഇൻക്രീസ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഓണറേറിയം ആയിട്ടുള്ള പ്രതിഫലം കിട്ടണം, അവരുടെ മറ്റു കാര്യങ്ങളും കൂടെ ഒന്ന് പരിഗണിക്കണം എന്നൊരു കാര്യങ്ങൾ അത് നൽകാൻ കഴിയില്ല എന്ന രീതിയിൽ പറയുമ്പോൾ ശരിക്കും നമുക്കൊരു എന്താ പറയാ, എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു അവരോടൊരു അവഗണന കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിൽ പ്രതിഫലം കിട്ടിയിട്ടില്ല. ആ സമരത്തിൽ പങ്കെടുക്കാത്തവർക്കാണെങ്കിൽ കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമരം നടന്നത് എന്താ നമ്മുടെ ആവശ്യങ്ങള് നേടുക എന്നുള്ളതായിരുന്നു. കൃത്യമായ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും പൈസയും എല്ലാം കൃത്യമായിട്ട് കിട്ടുക എന്നുള്ള ഒരു ആവശ്യത്തിന്റെ പുറത്താണ് സമരം നടത്തിയത്. അപ്പൊ അവർക്ക് അങ്ങനത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിനെ പിന്തുണയ്ക്കുന്നവർക്കായിരിക്കാം ഇപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോ ഈ ഒരു അവസരത്തില് സമരം നടത്തിയവർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ആ സമരം നടത്തിയവർ പാർട്ടിയിലുള്ളവരല്ല. അതെ. സമരം നടത്താതിരുന്നവര് പാർട്ടിയിലുള്ളവരാ. അവരൊരിക്കലും പാർട്ടിക്കെതിരായിട്ട് ഒരു സമരത്തിന് പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ പൈസ വന്നിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് സ്വാധീനങ്ങളുടെ ബലങ്ങളാണ്. ഇത്തരത്തിലൊരു അനുഭവം നമുക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സംഭവിച്ചിരുന്നു. നമ്മളും ആശാവർക്കർമാരോട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ അവര് പറഞ്ഞത് നമുക്കൊരു യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല സുഹൃത്തുക്കളെ എന്നുള്ള രീതിക്കായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു വാക്കിൽ നിന്ന് എനിക്ക് എന്തോ ഒരു ഭയങ്കര സംശയം തോന്നി. ഇതെന്തായിരിക്കും ഇവരിങ്ങനെ പറഞ്ഞു? കാര്യം നമ്മള് രാവിലെ എണീറ്റ് TV തുറന്നു കഴിഞ്ഞാല് മുഴുവനും കാണുന്നത് ഈ സമരം മാത്രമാണ്. എന്തിനും നമ്മുടെ ആറ്റുകാല് പൊങ്കാല വരെ ഇട്ടവര് സമരം നടത്തി, കഞ്ഞി വെച്ച് സമരം നടത്തി തുടങ്ങിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ല. ലാസ്റ്റ് പൊങ്കാല വരെ ഇട്ട് സമരം നടത്തേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്നു എന്നുള്ള രീതിക്ക് നമ്മൾ അതേപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോൾ അവര് ഈ പറഞ്ഞ LDF പാർട്ടിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്തുകൊണ്ടാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞത്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പാർട്ടിയിലുള്ളവര് സമരം നടത്തിയിട്ടില്ല, അവർക്ക് പൈസ കിട്ടുകയും ചെയ്തു. നേരെ മറിച്ച് ഈ പാർട്ടിയിൽ ഇല്ലാത്ത ആൾക്കാര് സമരം നടത്തി, അവർക്ക് ഇപ്പോഴും ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന്. അതെ. ഇപ്പൊ ഈ സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരികയുണ്ടായി. അത് KPCC പ്രസിഡന്റ് K സുധാകരനായാലും മറ്റ് പ്രതിപക്ഷ നേതാക്കളായാലും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വീണ ജോർജുമായിട്ട് ഒരു ചർച്ച നടത്തിയത് അത് വിഫലമാവുന്ന ഒരു സംഗതിയായിരുന്നു നമ്മൾ കണ്ടത്. ആ വിഫലമായതുകൊണ്ടാണ് ഇവര് നിരാഹാര സമരത്തിലേക്ക് വീണ്ടും കടക്കുകയാണെന്നൊരു തീരുമാനമെടുത്തത്. അപ്പം ആ ഒരു ചർച്ചയിൽ പറഞ്ഞത് എല്ലാവർക്കും പൈസ കൊടുക്കാനൊന്നും ഞങ്ങളുടെ ഇല്ല, ഞങ്ങളുടെ ഫണ്ടിൽ പൈസ ഇല്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് അത്രയും മാത്രം ഒരു ദുരിതത്തിലായി പോയോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കേരളം അത്രയും മാത്രം കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആകെ 7000 രൂപയാണ് പറഞ്ഞ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ആശാ വർക്കർമാർക്കും. അത് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നത്താലാണ് അവർ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയത്. എന്നാലും അവിടെയും ഇപ്പൊ ഇന്നൊരു ചർച്ച നടത്തിയിട്ടും അതിലൊരു ഫലമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിക്ക് വീണ ജോർജുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടും അതിലൊന്നും ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നാണ് അറിയാൻ പറ്റുന്നത്. എന്തായാലും എല്ലായിടത്തും നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലായിടത്തും പാർട്ടിയുടെ സ്വാധീനം തന്നെയാണ്. പാർട്ടിയെ ഭയന്ന് കുറെ ആൾക്കാര് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താതിരിക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ ഇന്ന പാർട്ടിയിൽ വിശ്വസിച്ച് ഞാൻ ഇന്ന പാർട്ടിയിലെ മെമ്പറാണ് എന്നുള്ളൊരു കാരണത്താല് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് കണ്ണടയ്ക്കുന്നവരാണ് കുറെ അധികം ആശാവർക്കർമാർ. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നിൽ നിൽക്കുന്നവർക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതും സെയിം ഗ്രൂപ്പിലുള്ള ആൾക്കാരെ തന്നെ ഒന്ന് പിന്തുണയ്ക്കാനുള്ളതിന് പകരം ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഒരു കൂട്ടർ ആൾക്കാർ.
ഒരുമിച്ച് പോരാടാനുള്ളൊരു ധൈര്യം ഈ പറഞ്ഞ ആശാ വർക്കർമാരുടെ ഇടയിൽ വന്നിട്ടില്ല. കുറെ അധികം ആൾക്കാർ ഈ പാർട്ടിയിലൊന്നും ഇല്ലാതെ തന്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ള ആശാ വർക്കർമാരാണ് ഈ പറഞ്ഞ സമരങ്ങളെല്ലാം നടന്നത്. അതിന്റെ ഇടയ്ക്കും ഇവർ ആശാ വർക്കർമാരല്ല എന്നുള്ള രീതിക്കുള്ള പരാമർശങ്ങൾ ഇവര് ഇപ്പൊ ഈ സമരം ചെയ്യുന്നവർ യഥാർത്ഥത്തിലുള്ള ആശാവർക്കർമാരല്ല എന്ന രീതിയിലൊക്കെ പരാമർശം വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇവരൊക്കെ ശരിക്കും അവര് പണിയെടുത്തതിന്റെ കൂലിയാണ് ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർട്ടി ബന്ധങ്ങളൊന്നും നോക്കാതെ ഏതാണോ ന്യായം ആ ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമെടുക്കേണ്ടതും ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ടതും നമ്മുടെ ഭരണപക്ഷത്തിന്റെ ആവശ്യമാണ്. അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുന്നത്. അതെ.